ഹായ് ഹലോ ഹവായോ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. ഞങ്ങളെവിടെ സുഖമായിട്ടിരിക്കുന്നു കേട്ടോ. ഇന്നൊരു ഈവനിങ് പാർട്ടാണ് കേട്ടോ. നമ്മളിപ്പോൾ ഇന്ന് പോകുന്നത് സ്റ്റോക്ക്ഹോമിലെ ഒരു ബ്രഞ്ച് കഫേയായ ടേർട്ടി കോക്കോ ഒന്ന് എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. നമ്മളിത് ഹൊത്തോർഗേറ്റിൽ ഇറങ്ങി എന്നിട്ട് അവിടെയൊക്കെ ഒന്ന് ചുറ്റി കറങ്ങി പതുക്കെ ടേർട്ടി കൊക്കോ പഠിക്കാമെന്ന് വെച്ചിട്ടാണ്. അപ്പോൾ എൻ്റെ ഫ്രണ്ട് അമലും വരുന്നുണ്ട്. അപ്പോൾ അമലിനെ നമുക്കിവിടെ വെച്ചിട്ട് കാണാം കേട്ടോ. ഇത് സ്റ്റോക്ക്ഹോമിൻ്റെ വൈബല്ല, വേറൊരു ഫെയറി ടെയിൽ, ഒരു ഫങ്കി വൈബുള്ള ഒരു കഫേയാണ് കേട്ടോ. എക്സാക്ട്ലി പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റോക്ക്ഹോമിൻ്റെ ടൈമിങ്ങിൽ നിന്നും കുറച്ച് ഡിഫറൻസ് ഉണ്ട്, എക്സ്റ്റെൻഡ് ചെയ്ത് നിൽക്കുന്നുണ്ട്. അവിടുത്തെ ആംബിയൻസ് എന്ന് പറഞ്ഞാൽ പറയാതിരിക്കാൻ പറ്റില്ല, അടിപൊളി കിട്ടും ആംബിയൻസ് ആണ്. അതുപോലെ ഇവിടുത്തെ ഐറ്റംസും ഇച്ചിരി അടിപൊളിയാണ് കേട്ടോ. ക്രീപ്സ്, ബൾജിയം വേഫേഴ്സ്, ദുബായ് ചോക്ലേറ്റ് പുതുതായിട്ട് ആഡ് ചെയ്തിട്ടുണ്ട് മെനുവിൽ. പിന്നെ പാൻ കേക്ക്സ്, എനിക്കിവിടെ ഏറ്റവും ഇഷ്ടം മോച്ചലാത്തയാണ് കേട്ടോ. അങ്ങനത്തെ ജാപ്പനീസ് സ്വീറ്റ്സും കുറേ കിട്ടും കേട്ടോ. ആംബിയൻസ് അടിപൊളി എന്ന് പറഞ്ഞാൽ അടിപൊളിയാണ്. നമുക്ക് ഇവരുടെ എല്ലാ ടേബിളിലും ഇവരുടെ സ്കാനർ ഉണ്ടാവും, അതിൽ നിന്ന് ഡയറക്റ്റായിട്ട് ഓർഡർ ചെയ്യാം. ഇല്ലെന്നുണ്ടെങ്കിൽ ഇവിടുത്തെ എംപ്ലോയീസിനോട് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ അടുത്ത് നമുക്ക് ഡയറക്റ്റായിട്ട് ഓർഡർ ചെയ്യാം. അങ്ങനെ നമ്മുടെ കൺവീനിയൻസ് അനുസരിച്ച് ചെയ്യാം. നമ്മൾ ഇതിൽ എനിക്ക് തോന്നുന്നു അമൽ ഓർഡർ ചെയ്തത് പാൻ കേക്കിൻ്റെ ഏതോ ഒരു ഐറ്റമാണ്, അല്ലല്ല ബെൽജിയം വേഫറിൻ്റെ ഏതോ ഒരു ഐറ്റമാണ്. എൻ്റെ മോൾ ഓർഡർ ചെയ്തത് പാൻ കേക്ക് ഇൻക്ലൂഡഡ് ആയിട്ടുള്ളതാണ്. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ എൻ്റെ മോശമില്ലാത്ത വിട്ടിട്ടുള്ള ഒരു പരിപാടിയില്ല. അങ്ങനെ കുറച്ച് നേരം ഞങ്ങൾ സമയം സ്പെൻഡ് ചെയ്തു. അതിനുശേഷം ഞങ്ങൾ കുറച്ച് ഫോട്ടോ ഒക്കെ എടുത്ത് പിരിഞ്ഞു. അപ്പോൾ വേറൊരു വീഡിയോയിൽ കാണാം കേട്ടോ.